ഇച്ചാപ്പൂന് കിട്ടി പാപ്പം, എനിച്ചും വേണം പാപ്പം. ഭൂലോക സ്ത്രീ വിരുദ്ധനും നിലപാട് മാറ്റ രാജകുമാരനുമായ ശ്രീ രജിത് കുമാറിന്റെ കരച്ചിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആകെ തരംഗമായിരിക്കുന്നത്. കാലാകാലങ്ങളായി ബിഗ് ബോസിൽ നിന്ന് വിജയികളായും അല്ലാതെയും ഇറങ്ങി വരുന്ന വ്യക്തികളിൽ കിട്ടുന്ന അംഗീകാരവും അഭിമുഖങ്ങളും സമ്മാന പെരുമഴയും ഉദ്ഘാടന മാമാങ്കങ്ങളും കണ്ട് വീർത്തു വന്ന കുരു ഇപ്പോൾ പൊട്ടി ഒലിച്ചിരിക്കുന്നത് ശ്രീ അനീഷിന് കിട്ടിയിരിക്കുന്ന 10 ലക്ഷം രൂപ കോൺഫിഡന്റ് ഗ്രൂപ്പിൽ നിന്ന് ഡോക്ടർ റോയിയുടെ കയ്യിൽ നിന്ന് കിട്ടിയിരിക്കുന്ന 10 ലക്ഷം രൂപ കണ്ടിട്ടാണ്. പ്രിയ സഹോദരങ്ങളെ, ഇദ്ദേഹം സാധാരണക്കാരനല്ല. ഇദ്ദേഹത്തെ മനസ്സിലാക്കണമെങ്കിൽ സീസൺ 2 ബിഗ് ബോസ് മലയാളം സീസൺ 2 തന്നെ പോകണം. അവിടെ ഒരു പാവപ്പെട്ട കുട്ടിയുടെ കണ്ണിൽ മുളക് അരച്ച് തേച്ചിട്ട് അത് വളരെ നിസ്സാരമായി കാണുകയും പക്ഷെ ഷോയിൽ നിന്ന് പുറത്താക്കപ്പെടുകയും അദ്ദേഹം ചെയ്തു. അതുപോലെ തന്നെ സ്ത്രീകൾ ഇറുകിയ വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ, ഒരു ജീൻസ് ധരിച്ചു കഴിഞ്ഞാൽ അത് അവരെ ഗർഭം അലസിപ്പിക്കുമെന്ന് പഠിപ്പിച്ച വിദ്യാസമ്പന്നനായ ഒരു ഗുരുവാണ് അദ്ദേഹം. അതുപോലെ തന്നെ ലോകത്തിലുള്ള സകല വള്ളികളും പിടിച്ചിട്ട് അത് സാക്ഷാൽ ശ്രീ യൂസഫ് അലിയുടെ കയ്യിൽ നിന്ന് പോലും ആ വള്ളിയുടെ പേരിൽ പൈസ കൈപ്പറ്റി ലോകത്തെമ്പാടും കേരളത്തിലെമ്പാടും പാവങ്ങളെ സഹായിക്കുന്നുവെന്ന് പറഞ്ഞ് നടക്കുന്ന ശ്രീ ചതയകുളങ്ങര ഭഗവതി ക്ഷേത്ര പുനരുദ്ധാരണ നിർമ്മാണ ഫണ്ടിന്റെ സമിതിയുടെ ചെയർമാനാണ് അദ്ദേഹം. അതുപോലെ തന്നെ ലോകത്തുള്ള എല്ലാ വള്ളികളും പിടിക്കുന്നതെന്ന് മാത്രമല്ല, ഇതെല്ലാം ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കണമെന്ന് പറഞ്ഞ് തടി തപ്പാനും ഈ വിദ്വാന് നല്ല വശമാണ്. അങ്ങനെ തന്നെ വർഷങ്ങളായിട്ട് കാലാകാലങ്ങളായിട്ട് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന തൊഴിൽ അധ്യാപന തൊഴിലാണ്. വെറും അധ്യാപന തൊഴിലല്ല, ഉന്നതകുല വിദ്യാഭ്യാസ അധ്യാപന തൊഴിൽ. അങ്ങനെ ഒരു പ്രശസ്തമായ കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഈ വിദ്വാൻ കുറെ കാലം കഴിഞ്ഞപ്പോൾ പോരാ, ആ അധ്യാപന തൊഴിൽ വലിച്ചെറിഞ്ഞു. ആ കുട്ടികളുടെ ഭാഗ്യമെന്നല്ല എന്ന് പറയാൻ, ഭാവി തലമുറയുടെ ഭാഗ്യമെന്ന് തന്നെ പറയാം. കാരണം ഇത്തരത്തിലുള്ള തെറ്റായ വിവരങ്ങളും സന്ദേശങ്ങളും കൊടുക്കുന്ന ഒരു വ്യക്തി പഠിപ്പിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അദ്ദേഹം പിന്നീട് പോയത് അഭിനയ പ്രഹസന കലയിലേക്കാണ്. അഭിനയം അത് കഴിവുള്ളവർക്കും അതിനോട് ആവേശമുള്ളവർക്കും പറഞ്ഞിട്ടുള്ളതാണ്. ഇദ്ദേഹം നടത്തുന്നത് അഭിനയ പ്രഹസനം, നമ്മളത് കണ്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് ജീവിച്ചു പോകാം, ഇങ്ങനെ മനുഷ്യരെ പറ്റിച്ച് ജീവിക്കാമെന്നാണ് ഇദ്ദേഹത്തിന്റെ ചിന്ത. ക്ഷീരമുള്ളൊരകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം. എങ്ങനെ വന്നു കഴിഞ്ഞാലും കുറുക്കന്റെ കണ്ണ് കോഴിക്കോട്ടിൽ തന്നെ ആയിരിക്കില്ലേ. കോഴിയെന്ന് ഞാനിവിടെ ഉദ്ദേശിച്ചത് പണത്തെയാണ് കേട്ടോ, വേറെ ഒരു തരത്തിലുള്ള കാര്യങ്ങളുമല്ല ഇവിടെ ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ഈ പണത്തിന് പിന്നാലെ കാമം മൂലം കനകം പൂലം കാമിനി മൂലം കലകം പലവതി ഉലകിൽ എന്ന് പറയുന്നത് പോലെ ഈ കനകവും ഈ പണവും ഒരു വഴക്കിന് കാരണമാവുകയെ. അതുകൊണ്ട് പണം നമ്മൾ സമ്പാദിക്കേണ്ടത് സമ്പാദിക്കണം. എങ്ങനെ സമ്പാദിക്കണം? അധ്വാനിച്ച് സമ്പാദിക്കണം. അല്ലാതെ ഇങ്ങനെ തെണ്ടിയും പരിവേദനകൾ പറഞ്ഞും നമ്മൾ സമ്പാദിക്കുമ്പോൾ അത് നമുക്ക് ഉതകുവോ? നമ്മൾ ചെയ്യുന്നുവെന്ന് നടിക്കുന്ന കാര്യങ്ങൾ നാട്ടെമ്പാടും പറഞ്ഞു നടന്നു കഴിഞ്ഞാൽ അതിനെന്തെങ്കിലും വിലയുണ്ടാവുമോ? ഒരു കൈ ചെയ്യുന്നത് മറുകൈ അറിയരുതെന്നല്ലേ സാറേ മതവിശ്വാസിയാണെന്ന് പറയുന്ന സാറേ നമ്മൾ പഠിപ്പിക്കേണ്ടത്, നമ്മൾ അനുവർത്തിക്കേണ്ടത്? എന്നാ പിന്നെ അങ്ങനെ തന്നെയല്ലേ സാറേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ തെണ്ടല് നിർത്തിക്കൂടെ? നിർത്തിക്കോ, അതാണ് നല്ലത്. നന്ദി, നമസ്കാരം.